ഹായ്, ഇന്ന് ഞങ്ങളെ +1 +2 കോമേഴ്സ് ബാച്ചിലെ റീയൂണിയനാണ്. അതിന് പോവുകയാണ് ഞാൻ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഞാൻ കുട്ടികളെ ആരെയും കൊണ്ടുപോകാതെയാണ് പോണത്. അച്ഛൻ്റെ കൂടെയാണ് തോട്ടപ്പായിത്തറ്റം വന്നത്. അവിടുന്ന് പിന്നെ വണ്ടൂർ ബസ്സിന് കയറി സ്കൂൾ പാടി വന്നിറങ്ങി. അവിടുന്ന് അങ്ങോട്ട് എൻ്റെ ഫ്രണ്ട് ജുമാനേൻ്റെ കൂടെയാണ് വരുന്നത്. അവൾ ഓട്ടോ വിളിച്ച് വരുന്നുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. അപ്പോഴാണ് ജസ്ന വന്നത്. അങ്ങനെ ജസ്നി എൻ്റെ കൂടെ കൂടി. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവൾ വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ സ്കൂളിലേക്ക് തിരിച്ചു. 2 കൊല്ലം പോവുകയും വരികയൊക്കെ ചെയ്ത വഴിയിലൂടെ വീണ്ടും സ്കൂളിലേക്ക്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാണ്. അതും കഴിഞ്ഞ് സ്കൂളിൽ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു ജീവിതം. ഒരിക്കലും മാറിപ്പോവരുത് നമ്മൾ ആഗ്രഹിക്കും. അതേ കുട്ടികളായി ഇതിലൂടെ നടക്കാൻ മാത്രം ആഗ്രഹിച്ചു പോകുന്നൊരു മനസ്സിലെ അവിടെ എത്തുമ്പോൾ നമുക്കത് തോന്നിപ്പോവും. എന്തായാലും പല ഓർമ്മകളുമായിട്ട് എല്ലാവരെയും ചെന്ന് പരിചയപ്പെട്ടു, എല്ലാവരോടും സംസാരിച്ചു. +2 കഴിഞ്ഞ് പോകുന്നതിന് ശേഷം എല്ലാവരെയും ഒട്ടുമിക്ക പേരെയും അപ്പോഴാണ് കാണുന്നത്. പല മാറ്റങ്ങളും എല്ലാവർക്കും വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ടു, ഓർമ്മകൾ പുതുക്കി, എല്ലാവരോടും സംസാരിച്ചിരുന്നു. കുറേ പേര് ഇനിയും വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂൾ മൊത്തമായിട്ട് പോയി കണ്ടു. അവിടെ പഠിച്ച് 2 കൊല്ലം പഠിച്ചിട്ടും ഹൈസ്കൂളിൻ്റെ ഭാഗത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങോട്ട് പ്രവേശനമില്ല, അപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളപ്പം പഠിച്ചിരുന്ന ഒട്ടുമിക്ക പേരും ഈ ഹൈസ്കൂളിലൊക്കെ പഠിച്ച് വന്നതായിരുന്നു. പിന്നെ 2 or 3 പേര് മാത്രമേ ഉള്ളൂ വേറെ സ്കൂളുകളിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഹൈസ്കൂളും കാണുമ്പോൾ ഓർമ്മകളാണ്. അപ്പോൾ അവരും പോയപ്പോൾ അവരുടെ കൂടെ ഞങ്ങളും പോയി. എല്ലായിടവും ഒന്ന് ചുറ്റിക്കണ്ട് ഞങ്ങൾ തിരിച്ച് വന്നു. അപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് ക്ലാസ് റൂമിലേക്ക് കയറി. ഞങ്ങൾ ക്ലാസ് റൂം ഓഫീസ് റൂമിൻ്റെ തൊട്ടപ്പുറത്തെ ക്ലാസ് റൂമിലായിരുന്നു ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കൂടിയത്. പക്ഷേ ഞങ്ങൾ അവിടെ അല്ല പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ +1 വന്നപ്പോൾ ആ ക്ലാസ് റൂം +2 കോമേഴ്സ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ +2 എത്തിയപ്പോഴേക്കും ഞങ്ങൾ +1ൻ്റെ അപ്പുറത്തൊരു ക്ലാസ് റൂം ഉണ്ടെന്നായിരുന്നു, അവിടെയായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇരുന്നത് ഓഫീസ് റൂമിൻ്റെ ആ തൊട്ടടുത്ത റൂമിലായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു, അവിടെ കയറി എല്ലാവരുടെ ഓർമ്മകളും ഒക്കെ പറഞ്ഞു. എല്ലാവരും സംസാരിച്ചു. എല്ലാവരെയും കണ്ടതിലും എല്ലാവരുമായിട്ട് സംസാരിച്ചതിലൊക്കെ സന്തോഷമുണ്ടെങ്കിലും ചെറിയൊരു സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ കൂടെ പഠിച്ച 2 പേരിന്ന് ജീവിച്ചിരിപ്പില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള മൗന പ്രാർത്ഥനയോടു കൂടിയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന, പിന്നെ കേക്ക് കട്ട് ചെയ്തു, എല്ലാവരും കഴിച്ചു. അതിനുശേഷം ഓരോരുത്തർ വന്നു, അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. പണ്ടത്തെ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കി. ഇപ്പോഴും എല്ലാവരും അച്ചടക്കമില്ലാത്ത കുട്ടികളാണ്. ഏകദേശം 90% ആൾക്കാർ എത്തിപ്പെട്ടിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മളെ കൂടെ പഠിച്ച 2 പേര് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല.
കൊടുത്താൽ മതി അല്ലേ? ഫൈൻ അടക്കേണ്ടി വരും കേട്ടോ. ഫൈൻ ഉണ്ട്, ഫൈൻ. എന്നും പറയും കൂടല്ലേ 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 ആരും കൂടൂല. ഏകദേശം എനിക്കെല്ലാരും അങ്ങോട്ട് അറിയാം, ഇങ്ങോട്ട് അറിയില്ല. എല്ലാരും കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ചത് എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും വരും എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പറ്റിയത്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പ്ലസ് ടു കഴിഞ്ഞതോടെ എനിക്ക് തോന്നുന്നു സ്കൂൾ ലൈഫ് ഒക്കെ കഴിഞ്ഞതോടെ ഏകദേശം രണ്ട് മക്കളാണ്. മോൻ 10ാം ക്ലാസ് പഠിക്കുന്നു, മോള് 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഹസ്ബൻഡ് പിന്നെന്താ പഠിച്ചോണ്ടിരിക്കുന്നു. ഇവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു. എന്തായാലും സ്കൂൾ ജീവിതം ഏറ്റവും മനോഹരമായിട്ടുള്ള പ്ലസ് ടു. ഒരു UK based കമ്പനിയിൽ പേറോൾ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനായിരിക്കും കൊമേഴ്സിൽ ലാസ്റ്റ് വന്നത് ആയിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ ഭയങ്കര സെറ്റ് ആയിരുന്നു. അപ്പൊ എനിക്കങ്ങനെ ഒരു ടീമൊന്നും ഇല്ലായിരുന്നു. ഞാൻ തോന്നുന്നത് അധികം എൻജോയ് ചെയ്യാത്ത ബാച്ചും ഇതുകൊണ്ട് തന്നെ ആക്കാറ് പ്ലസ് ടു ആയിരിക്കും. പിന്നെ അങ്ങോട്ട് ഡിഗ്രി പ്ലസ് ടുന്ന് അത്യാവശ്യം മാർക്കൊക്കെ കിട്ടി. ഡിഗ്രിയും PG മമ്പാട് കോളേജ് പഠിച്ചു. പിന്നെ BEd ചെയ്തു. അതൊക്കെ നല്ല എൻജോയ് ചെയ്തു. നാട്ടിൽ ചെന്നപ്പോഴേ ഉണ്ട്. അപ്പൊ വലിയ കുട്ടി ഫസ്റ്റില്, രണ്ടാമത്തെ കുട്ടി തേർഡ്. പിന്നെ ഇപ്പൊ എന്താ പറയുക, ഞാൻ ഞങ്ങൾക്ക് കോണ്ടാക്ട് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഡിഗ്രിക്ക് ഞാനും റെയ്ന സപ്ന പ്ലസ് ടുന്റെ റിയൂണിയൻ കൂടി വലിയ കുട്ടി 6, രണ്ടാമത്തെ കുട്ടി 1, പിന്നെ LKG. ഹസ്ബൻഡിന് പഠിച്ച ആദ്യം കളിക്കുന്നു. കല്യാണം കഴിഞ്ഞ് മേലാറ്റിക്കാണ് കല്യാണം കഴിച്ചത്. 2 കുട്ടികൾ. ഹസ്ബൻഡ് മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. ഞാനവിടെ പഞ്ചായത്തിൽ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 6-7 വർഷമായി. ചെറുത് 2 വയസ്സാണ്. പിന്നെ അറിയാം ഫസ്റ്റ് വരുന്നത് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ 10 വരെ പഠിച്ചത് എടുത്തുള്ള സ്കൂളിലായിരുന്നു. അപ്പൊ നടന്നു പോയാൽ മതിയായിരുന്നു. ആദ്യമായിട്ട് ബസ്സിൽ പോയാലും ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ എനിക്ക് അറിയുന്നത് നിതീഷ് ഉണ്ടായിരുന്നല്ലോ, ഹ്യൂമാനിറ്റീസ് ലോൺ. പുതിയ ആൾക്കാർ എടുത്തുള്ള സ്കൂളാകുമ്പോൾ പരിചയത്തിലുള്ള കുട്ടികളൊക്കെ അപ്പൊ ഇവിടെ ഭാരമൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് കുടുംബമായിരുന്നു. പിന്നെ നിതീഷ് എടുത്ത് പിന്നെ ഈ കൃഷ്ണയെ പഠിച്ചാൽ
സ്കൂളിൽ പോയത് പിന്നെ അങ്ങനെ ഓരോരുത്തരുടെ അത്രയ്ക്ക് ഓർമ്മ പറയാതെ വലിയ ആക്റ്റീവോ നല്ല തോന്നുന്നില്ല. പിന്നെ ശരി ഞങ്ങൾ 10ാം ക്ലാസ് എടുത്തിട്ട് ക്ലാസ് ചെയ്തു. അങ്ങനെ അത്രയ്ക്കേ ഉള്ളൂ. ഞാൻ ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ ശേഷം IT സർവേറായിട്ട് പഠിക്കാൻ പോയി. ഓണപരിപാടിക്ക് നിങ്ങൾക്കറിയാം ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ട്രെയിനിങ് ഒക്കെ ഉണ്ടായിട്ട് ഞാൻ പോയി എല്ലാവരും ചോദിച്ചു ആർമിയിലായിരുന്നു എന്നൊക്കെ. ഇതിനിടയ്ക്ക് കുറച്ച് അസുഖങ്ങൾ സംഭവിച്ച് ഞാൻ രണ്ടും പോയി വൈഫ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഷാഡാമക്കറാണ് പേര്. ശേഷം പോകുന്നുണ്ട്. ശരത്ത് അത് പെൺകുട്ടിയൊക്കെ ഡിഗ്രിക്ക് പോയി പാമ്പാട് MBS. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി 14 സപ്ലി അത് കഴിഞ്ഞിട്ട് ഒരു വർഷം പഠിച്ചു. എല്ലാവരെയും പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ +1 ക്ലാസ് റൂമിലേക്ക് വന്നു. ഇതായിരുന്നു +1 കൊമേഴ്സ് ഫസ്റ്റ് വന്ന് കയറിയ ക്ലാസ് റൂം. അതാണ്. അപ്പം അതൊക്കെ പൊളിച്ചിട്ടുണ്ട്. പുതിയ ഹയർ സെക്കൻഡറി ബിൽഡിങ് ഇതിൻ്റെ ബാക്കിലാണ്. +2 ക്ലാസ് റൂം ചുവന്ന പെയിൻ്റ് അടിച്ച ബിൽഡിങ്ങാണ്. അതിപ്പോഴും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. പ്രജീഷിൻ്റെ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തോട്ടപ്പായി വന്നിറങ്ങി. ഈ യൂണിയൻ്റെ ഒരു വീഡിയോ ആണിത്. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.